പൂച്ചകൾ എങ്ങനെയാണ് പരസ്പരം ആശയവിനിമയം നടത്തുന്നതെന്ന് അറിയാമോ? അവ പ്രത്യേകതരം ശബ്ദങ്ങളിലൂടെയും ശരീരചലനങ്ങളിലൂടെയുമാണ് പരസ്പരം സംസാരിക്കുന്നത്. ഉദാഹരണത്തിന്, പൂച്ചയുടെ കൂർക്കംവലി ഒരു തരത്തിലുള്ള സന്തോഷത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും അടയാളമാണ്. അതേസമയം ഭയം തോന്നുമ്പോൾ അവ നാവുകൊണ്ട് പ്രത്യേകതരം ശബ്ദമുണ്ടാക്കുകയോ രോമങ്ങൾ എഴുവന്നു നിൽക്കുകയോ ചെയ്യാം. വേട്ടയാടാനുള്ള കഴിവിലും പൂച്ചകൾ വളരെ മുന്നിലാണ്. അവയുടെ ചെറിയ ശരീരവും മൂർച്ചയുള്ള പല്ലുകളും നഖങ്ങളുമൊക്കെ ഇരയെ ഫലപ്രദമായി പിടിക്കാൻ സഹായിക്കുന്നു. വീട്ടിലെ ചെറിയ കളികളിൽ ഏർപ്പെടുമ്പോൾ പോലും ഈ കഴിവ് നമുക്ക് കാണാൻ കഴിയും. പൂച്ചകളുടെ ലോകം വളരെ വിപുലമാണ്. പൂച്ചകളുടെ ആക്രമണ സ്പീഡ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. മിന്നൽ വേഗത്തിലാണ് അവ ഇരയെ പിടിക്കാൻ ചാടുന്നത്. ഇതിന് സഹായിക്കുന്നത് അവയുടെ ശക്തമായ പേശികളെയും അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രത്യേക ഘടനയുമാണ്. ഒരു നിമിഷം കൊണ്ട് നിശ്ചലാവസ്ഥയിൽ നിന്ന് പരമാവധി വേഗത്തിലേക്ക് മാറാൻ പൂച്ചകൾക്ക് കഴിയും. മാത്രമല്ല, ഇരയുടെ ചലനത്തിനനുസരിച്ച് ചാട്ടം തിരുത്താനുള്ള കഴിവും അവയ്ക്കുണ്ട്. ഈ വേഗതയും കൃത്യതയുമൊക്കെ ചേരുമ്പോഴാണ് വേട്ടയാടൽ പൂർണ്ണമാകുന്നത്. പരിണാമപരമായ ദൃഷ്ടികോണത്തിൽ നിന്ന് നോക്കുമ്പോൾ പൂച്ചകൾ തീർച്ചയായും വലിയ വിജയമാണ്. അവയുടെ ശരീരഘടനയും ഇന്ദ്രിയങ്ങളും വേട്ടയാടാനുള്ള കഴിവുകളുമൊക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമപ്രക്രിയയിലൂടെ രൂപപ്പെട്ടവയാണ്. ഈ പ്രത്യേകതകൾ അവയെ തങ്ങളുടെ പരിസ്ഥിതികളിൽ ഏറ്റവും മികച്ച വേട്ടക്കാരാക്കി മാറ്റുന്നു. സസ്തനികളിൽ ഏറ്റവും സവിശേഷമായ ഒരു വിഭാഗമാണ് പൂച്ചകൾ. അത് അവയുടെ വിജയത്തെയാണ് കാണിക്കുന്നത്. പൂച്ചകളുടെ പരിണാമചരിത്രം പരിശോധിക്കുമ്പോൾ അവ വളരെ ദീർഘകാലമായി ഭൂമിയിലുള്ള ഒരു വിഭാഗം ജീവികളാണ്.